നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിരുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും എന്നതാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. പാസ്പോർട്ടിന് വേണ്ടി ദിലീപ് അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ ഇപ്പോൾ കോടതി അംഗീകരിച്ചു. പുതിയ സിനിമ ഇന്ന് റിലീസായി എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ അറിയിച്ചു. ഇതിന്റെ പ്രൊമോഷൻ ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകേണ്ടി വരും എന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചു എന്ന് കോടതി പറഞ്ഞു. ഇത് പരിഗണിച്ചാണ് പാസ്പോർട്ട് തിരികെ നൽകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, 8ാം പ്രതിയായിരുന്നു ഈ കേസിൽ ദിലീപ്. മതിയായ തെളിവുകളില്ല എന്ന് കണ്ട് ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെ തുടർന്നാണ് പാസ്പോർട്ടിന് വേണ്ടിയുള്ള അപേക്ഷ ദിലീപ് നൽകിയത്. ഇപ്പോൾ അത് തിരിച്ചു നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? കുറ്റവിമുക്തനായ പശ്ചാത്തലത്തിൽ ദിലീപിന്റെ ജാമ്യ ബോണ്ടുകൾ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പാസ്പോർട്ട് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചു. ദിലീപിന്റെ പെറ്റീഷൻ അംഗീകരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. പ്രത്യേകിച്ച് ദിലീപിന്റെ പുതിയ സിനിമ അടക്കം പുറത്തിറങ്ങിയിട്ടുണ്ട്. വിദേശത്തേക്ക് പോയി അതിന്റെ പ്രൊമോഷൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പാസ്പോർട്ട് ആവശ്യപ്പെട്ട് ദിലീപ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. നേരത്തെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് ദിലീപ് വിദേശത്ത് പോയിരുന്നത്. അതായത് പോകുന്ന ഘട്ടത്തിൽ പാസ്പോർട്ട് വാങ്ങുകയും പിന്നീട് അതിനുശേഷം തിരികെ കോടതിയിൽ എത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു നടപടി. പക്ഷേ ഇപ്പോൾ കേസിന്റെ നടപടികൾ, ദിലീപുമായി ബന്ധപ്പെട്ട് കേസിന്റെ നടപടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാസ്പോർട്ട് പൂർണ്ണമായും വിട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. ശരി, മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ വിഷ്ണു? ഇതിൽ മറ്റു പരാമർശങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ സ്വാഭാവിക നടപടിയാണ്. ബോണ്ട് അവസാനിപ്പിച്ച ഘട്ടത്തിൽ അവിടെ സറണ്ടർ ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് അടക്കമുള്ള വസ്തുക്കൾ, ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ തിരികെ നൽകുന്നത് സ്വാഭാവിക നടപടിയാണ്. ആ ഘട്ടത്തിലാണ് ദിലീപിന്റെ പെറ്റീഷൻ അലൗ ചെയ്യുന്നുവെന്ന് കോടതി വ്യക്തമാക്കിയത്. അങ്ങനെയാണ് പാസ്പോർട്ട് വിട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ശരി, നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചു. അതുകൊണ്ടാണ് ഇത് നൽകാൻ കോടതി തീരുമാനിച്ചത്. വിഷ്ണു, ഇത് ഈ 8ാം തീയതി വിധി വന്നതിനെ തുടർന്ന് ഉടൻ തന്നെ ദിലീപ് പാസ്പോർട്ട് തിരികെ കിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്തെ മറ്റ് തരത്തിലുള്ള ഒരു നിയമപരമായ യാതൊരു പ്രശ്നങ്ങളും ഇനി ദിലീപിന് മുന്നിലില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം വിഷ്ണുവിലേക്ക് നമുക്ക് വീണ്ടും വരാം. വിവരം ഇതാണ്: നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിരുന്ന, കോടതിയെ കുറ്റവിമുക്തനാക്കിയ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ഈ ദിലീപിന്റെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചു. അത് ദിലീപുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികളൊക്കെ അവസാനിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാസ്പോർട്ട് തിരികെ നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദിലീപിന്റെ പുതിയ സിനിമ ഇന്ന് റിലീസ് ആയതാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് ഇതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് ആവശ്യമാണ് എന്ന കാര്യം കൂടി കോടതി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ജാമ്യ ബോണ്ടുകളെല്ലാം അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, മറ്റ് നിയമ നടപടികളൊക്കെ അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പാസ്പോർട്ട് തിരികെ നൽകാനുള്ള ഒരു തീരുമാനം കോടതി എടുത്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഈ 8ാം തീയതി വിധി വന്ന തൊട്ടു പിന്നാലെ തന്നെ പാസ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ദിലീപ് നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നിയമപരമായ നൂലാമാലകളൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? ഈ കേസിന്റെ ശിക്ഷാവിധി പറയുന്ന അന്നേ ദിവസമാണ്, ഈ 6 പ്രതികളുടെ ശിക്ഷാവിധി പറയുന്ന അന്നേ ദിവസമാണ് ദിലീപ് പാസ്പോർട്ട് വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. പക്ഷെ അന്ന് ആ ഹർജി പരിഗണിച്ചില്ല. അതിനുശേഷം ഈ കേസിന്റെ കോടതിയലക്ഷ മറ്റ് കേസുകളൊക്കെ ഉണ്ട്. അതും ഈ പാസ്പോർട്ട് ഹർജിയും ഒരുമിച്ച് പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. അതിൽ പ്രകാരമാണ് ഇന്ന് പരിഗണിച്ചത്. നിലവിൽ ജാമ്യ വ്യവസ്ഥ പ്രകാരമുള്ള ബോണ്ട് അവസാനിച്ചിട്ടുണ്ട്. ദിലീപിനെ കുറ്റവിമുക്തനാക്കി. ആ പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് ലഭ്യമാകാൻ അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു ദിലീപിന്റെ വാദം. അത് കോടതി അംഗീകരിച്ചു. അതിന് പ്രധാനപ്പെട്ട കാര്യമായി ഈ പാസ്പോർട്ട് അടിയന്തരമായി ലഭിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ദിലീപിന്റെ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ വിദേശത്തിറക്കം, അതിന്റെ പ്രൊമോഷൻ നടപടികൾക്ക് പോകേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ആവശ്യം ദിലീപ് ഉന്നയിച്ചത്. അതിപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് ദിലീപ് വിദേശത്തിറക്കം ഈ ഷോകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് പോയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. കൃത്യമായി തന്നെ കേസിൽ കുറ്റവിമുക്ത
വിമുക്തനായ പശ്ചാത്തലത്തിൽ ദിലീപിന് സ്വന്തം പാസ്പോർട്ട് ഇവിടെ നിന്ന് ലഭ്യമാകും. അത് ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കാനാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കോടതി ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതി അലക്ഷ്യ ഹർജികളുണ്ട്, അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കടക്കമെതിരെയുള്ള ഹർജികളുണ്ട്, അതാണിപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ച് ആശ്വാസമാണ്, പക്ഷേ ഇതൊരു സ്വാഭാവിക നടപടി എന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഈ പാസ്പോർട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് പ്രോസിക്യൂഷൻ. ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ പറയുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ഒരു നടപടി നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഈ കേസ് ആദ്യം ഹർജി വന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഒരു എതിർപ്പ് ഉന്നയിച്ചെങ്കിലും നിയമപരമായി അത് നിലനിൽക്കില്ല. കാരണം ദിലീപ് കേസിന്റെ ഭാഗമല്ല. അപ്പീല് വരികയാണെങ്കിൽ പോലും ഇനി അത് പിന്നീട് കോടതിയിൽ ചെന്ന് വീണ്ടും ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്ന ഘട്ടത്തിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരുള്ളൂ. ആ പശ്ചാത്തലത്തിൽ ദിലീപിന്റെ പെറ്റീഷൻ അലൗ ചെയ്യുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ദിലീപിന് ആശ്വാസമാണ്, പാസ്പോർട്ട് വിട്ടുകിട്ടും. ഏകദേശം 7.5 വർഷത്തിന് ശേഷമാണ് ആ പാസ്പോർട്ട് ദിലീപിന് ലഭ്യമാകുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 7.5 വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപിന് പാസ്പോർട്ട് കയ്യിൽ തിരികെ കിട്ടുന്നത്. അത് ജാമ്യ ബോണ്ടുകൾ അവസാനിച്ച സാഹചര്യത്തിൽ, ദിലീപ് 8ാം പ്രതിയായിരുന്ന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചു. അതുകൊണ്ട് മറ്റ് നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ആ പാസ്പോർട്ട് തിരികെ നൽകിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.